നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. പത്തനംതിട്ടയിൽ സ്കൂൾ കുട്ടികളുമായി പോയ ഓട്ടോ മറിഞ്ഞ് 2 കുട്ടികൾ മരിച്ചു. 2030 കോമൺവെൽത്ത് ഗെയിംസ് അഹമ്മദാബാദിൽ ഔദ്യോഗിക പ്രഖ്യാപനമായി. SIR മീറ്റിംഗിൽ പങ്കെടുക്കാത്തതിന് സസ്പെൻഷൻ. വിവാഹത്തലേന്ന് ഉദ്യോഗസ്ഥൻ ജീവനൊടുക്കി. ഗോവയിൽ നടക്കുന്ന 56ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ വനിതകൾ നിർമ്മിച്ച 50 ചിത്രങ്ങൾ. 547 ഹരിത കർമ്മ സേനാംഗങ്ങൾ മത്സരരംഗത്ത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. പത്തനംതിട്ടയിൽ സ്കൂൾ കുട്ടികളുമായി പോയ ഓട്ടോ മറിഞ്ഞ് 2 കുട്ടികൾ മരിച്ചു. 2ാം ക്ലാസ്സുകാരി ആദിലക്ഷ്മി, 4 വയസ്സുകാരനായ യദുകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. അപകടത്തിന് ശേഷം യദുകൃഷ്ണനെ കാണാതായിരുന്നു. ഫയർഫോഴ്സ് നടത്തിയ പരിശോധനയിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. അപകടത്തിന് ശേഷം ഒരു കുട്ടിയെ കാണാതായ സംശയം അധ്യാപിക ആ സമയത്ത് പ്രകടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഫയർഫോഴ്സ് അന്വേഷണം ആരംഭിച്ചത്. ഇന്ന് വൈകിട്ട് 4:30 സംഭവം. റോഡിൽ പാമ്പിനെ കണ്ടതിനെ തുടർന്ന് വെട്ടിച്ചപ്പോഴാണ് അപകടമുണ്ടായത് എന്നാണ് വിവരം. ഓട്ടോ ഡ്രൈവർ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലാണ്. കരിമാൻ തോട് തുമ്പാക്കുളം പ്രദേശത്ത് വെച്ച് ഓട്ടോ തോട്ടിലേക്ക് മറിയുകയായിരുന്നു. പ്രദേശം ഒരു വനഭൂമിയാണ്. വൈകുന്നേരം സ്കൂളിൽ നിന്ന് 6 കുട്ടികളുമായി പോയ ഓട്ടോയാണ് മറിഞ്ഞത്. ഹൈറേഞ്ച് പ്രദേശത്ത് നിന്ന് വീണ ഓട്ടോ താഴേക്ക് മലക്കം മറിഞ്ഞ് വീഴുകയായിരുന്നു. അപകടം നടന്നയുടനെ കുട്ടികളെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം SIR നടപടികൾ സംബന്ധിച്ച മീറ്റിംഗിൽ പങ്കെടുക്കാതെ സസ്പെൻഷൻ നേരിടേണ്ടി വന്ന ഉദ്യോഗസ്ഥൻ ജീവനൊടുക്കി. ഉത്തർപ്രദേശിലെ ഫത്തേപൂർ സ്വദേശി സുധീർ കുമാർ 25 ചൊവ്വാഴ്ച രാവിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച ഇയാളുടെ വിവാഹം നടക്കേണ്ടതായിരുന്നു. വിവാഹ ഒരുക്കങ്ങൾ കാരണം SIRമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച നടന്ന യോഗത്തിൽ സുധീർ പങ്കെടുത്തിരുന്നില്ല. ഇതിനാൽ ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിൽ സുധീർ കുമാർ അസ്വസ്ഥനായിരുന്നുവെന്നും ഉദ്യോഗസ്ഥരുടെ പീഡനം സഹിക്കാൻ കഴിയാതെയാണ് ആത്മഹത്യ ചെയ്തതെന്നും സുധീറിൻ്റെ സഹോദരി ആരോപിച്ചു. ഇവർ പോലീസിന് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. ഡിസംബർ 4 മുമ്പായി വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശമുണ്ട്. ഇതിനാൽ SIR നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർ വലിയ ജോലി സമ്മർദ്ദമുണ്ടെന്ന് പരാതി ഉയരുന്നുണ്ട്. പശ്ചിമ ബംഗാളിലെ നാദിയ ജില്ലയിൽ ബൂത്ത് ലെവൽ ഓഫീസറായി ജോലി ചെയ്തിരുന്ന സ്ത്രീയെ ശനിയാഴ്ച വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. മധ്യപ്രദേശ്, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഗുജറാത്തിലെ അഹമ്മദാബാദ് വേദിയാകും. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ ബുധനാഴ്ച നടന്ന കോമൺവെൽത്ത് സ്പോർട്സ് ജനറൽ അസംബ്ലിക്ക് ശേഷമായിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ശതാബ്ദി പതിപ്പ് കൂടിയാണിത്. ഇത് 2ാം തവണയാണ് ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത്. 2010 ഡൽഹിയിലായിരുന്നു ഗെയിംസിൻ്റെ ആതിഥേയത്വം വഹിച്ചത്. 2030 വേദിക്കായി നൈജീരിയയും രംഗത്തുണ്ടായിരുന്നു. ഗ്ലാസ്ഗോയിൽ നടന്ന കോമൺവെൽത്ത് സ്പോർട്സ് ജനറൽ അസംബ്ലിയിൽ 74 കോമൺവെൽത്ത് അംഗരാജ്യങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഇന്ത്യയുടെ ബിഡ് അംഗീകരിക്കുകയായിരുന്നു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ, കേന്ദ്ര കായിക വകുപ്പ് ജോയിന്റ് സെക്രട്ടറി കുണാൽ, ഗുജറാത്ത് കായിക മന്ത്രി ഹർഷിങ് സ്വാങ്ങി എന്നിവർ ഇന്ത്യയെ പ്രതികരിച്ച് ഗ്ലാസ്ഗോയിലെ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തു. അതേസമയം 2030 ഗെയിംസിൽ 15 മുതൽ 17 വരെ കായിക ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്താനുള്ള ആലോചനയിലാണ് സംഘാടകർ. ഗോവയിലെ പനാജിയിൽ നടക്കുന്ന 56ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ വനിതകൾ നിർമ്മിച്ച 50 ചിത്രങ്ങൾ. 28 വരെ നടക്കുന്ന മേളയിൽ ബ്രസീലിയൻ ചിത്രമായ ദ ബ്ലൂ ട്രെയിൻ ആയിരുന്നു ഉദ്ഘാടന ചിത്രം. ഗബ്രിയേൽ മസ്കോറയാണ് സംവിധായകൻ. ജപ്പാനാണ് ഇത്തവണത്തെ മേളയിലെ കൺട്രി ഓഫ് ഫോക്കസ്. 81 രാജ്യങ്ങളിൽ നിന്നായി 240ലധികം ചിത്രങ്ങൾ ഇത്തവണ വിവിധ വിഭാഗങ്ങൾ പ്രദർശനത്തിലുണ്ട്. വനിതകൾ നിർമ്മിച്ച 50 ചിത്രങ്ങൾ മേളയിൽ ഉണ്ടെന്നത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. സംവിധായകർ ഉൾപ്പെടെ സിനിമയുടെ എല്ലാ മേഖലകളിലും സ്ത്രീ സാന്നിധ്യമുണ്ടെന്നും ശ്രദ്ധേയമായ കാര്യമാണ്. സിനിമാ മാധ്യമ പ്രവർത്തകൻ ശ്രീ ബാലകൃഷ്ണൻ കൊയ്യാലാണ് ഗോവയിൽ നിന്ന് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓസ്കാർ എൻട്രി ലഭിച്ച 21 ചിത്രങ്ങൾ, പുതുമുഖ സംവിധായകർ നിർമ്മിച്ച 50 ചിത്രങ്ങൾ എന്നിവ ഈ വർഷത്തെ മേളയുടെ പ്രത്യേകതയാണ്. 7500ഓളം പ്രതിനിധികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പനാജിയിലെ ഇനോക്സ് മൾട്ടിപ്ലക്സ്, കലാ അക്കാദമി എന്നീ വേദികൾക്ക് പുറമെ പൊവോറിയം, മഡ്ഗാവ് തുടങ്ങിയ സ്ഥലങ്ങളിലും സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഡോക്ടർ ബിജുവിന്റെ പപ്പ ബുക്ക സിനിമയുടെ ഏഷ്യൻ പ്രീമിയർ പ്രദർശനം
തിങ്ങി നിറഞ്ഞ ഹാളിലാണ് നടന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പപ്പുവ ന്യൂ ഗിനിയയിലെ ജനങ്ങൾ അനുഭവിച്ച യാതനകളാണ് ചിത്രത്തിന്റെ കേന്ദ്ര പ്രമേയം. സിനിമയുടെ അണിയറ പ്രവർത്തകരും സിനിമയുടെ ഏഷ്യൻ പ്രീമിയർ ഗോവയിലെ റെഡ് കാർപ്പറ്റിൽ പങ്കെടുത്തു. 3 തവണ ഗ്രാമി പുരസ്കാരം ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ സംഗീത സംവിധായകൻ റിക്കി കേജ് ആണ് സിനിമയുടെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. പപ്പുവ ന്യൂ ഗിനിയനിൽ നിന്നും പ്രൊഡ്യൂസർ നൊലേന തൗലാവൂനും ഇന്ത്യയിൽ നിന്നുമുള്ള നിർമ്മാതാക്കളിൽ നിന്നും ദേശീയ പുരസ്കാര ജേതാവ് കൂടിയായ ഒഡീഷയിൽ നിന്നുമുള്ള നിർമ്മാതാവ് അക്ഷയ് കുമാർ പരിജ, നിർമ്മാതാവും നടനുമായ പ്രകാശ് ബാരെ എന്നിവർക്കൊപ്പം ചിത്രത്തിലെ അഭിനേത്രി പ്രശസ്ത ബംഗാളി നടി റിത ബാരി ചക്രബർത്തി, ഛായാഗ്രഹൻ യദു രാധാകൃഷ്ണൻ, എഡിറ്റർ ഡേവിസ് മാനുവൽ, പ്രൊഡക്ഷൻ ഡിസൈനർ ദിലീപ് ദാസ്, കോസ്റ്റ്യൂമർ അരവിന്ദ് KR, സിംഗ് സൗണ്ട് റെക്കോർഡിസ്റ്റ് ആൻഡ് സൗണ്ട് ഡിസൈനർ സാനു P, ലൈൻ പ്രൊഡ്യൂസർമാരായ ആദ്യ പ്രസാദ്, എൽദോ സെൽവരാജ്, അസോസിയേറ്റ് ക്യാമറാമാൻ ഫയദോർ സാംബ്രൂക്ക് എന്നിവരും ചിത്രത്തെ പ്രതിനിധീകരിച്ചു ഗോവ റെഡ് കാർപ്പറ്റിൽ ഉണ്ടായിരുന്നു. പ്രശസ്ത നടൻ രാജേഷ് മാധവൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന പെണ്ണും പൊറോട്ടും എന്ന ചിത്രം ഗോവയിൽ ഗാല വിഭാഗത്തിൽ പ്രീമിയർ ചെയ്യുന്നുണ്ട്. അനവധി അന്താരാഷ്ട്ര രാജ്യാന്തര ചലച്ചിത്രങ്ങളുടെ ഗാല പ്രീമിയർ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന ഒരേ ഒരു മലയാള സിനിമയാണ് പെണ്ണും പൊറാട്ടും. നാത്താൻ കെ സ്കോട്ട്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ തുടങ്ങിയ ഹിറ്റ് സിനിമകളുടെ സന്തോഷ് ടി കുരുവിള, ബിനു ജോർജ് അലക്സാണ്ടർ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രത്തിൽ സുട്ടു എന്ന നായയും 100ഓളം പുതുമുഖ അഭിനേതാക്കളും 400-ന് മുകളിൽ പരിശീലിപ്പിച്ച മൃഗങ്ങളും അണിനിരക്കുന്നു. ഗോവയിലെത്തുന്ന ഡെലിഗേറ്റുകളിൽ നല്ലൊരു ഭാഗം മലയാളികളാണ്. MVR ആയുർവേദ മെഡിക്കൽ കോളേജിൽ സ്പോർട്സ് ഡേ 2025 സംഘടിപ്പിച്ചു. MVR ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ സ്പോർട്സ് ഡേ മാങ്ങാട്ടുപറമ്പ് KAP ബറ്റാലിയൻ 4 ഗ്രൗണ്ടിൽ നടത്തി. പരിപാടി KAP ബറ്റാലിയൻ 4 ഡെപ്യൂട്ടി കമാൻഡന്റ് ശ്രീ ഹരിയം ഉദ്ഘാടനം ചെയ്തു. MVR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ടർ പ്രൊഫസർ E കുഞ്ഞിരാമൻ മുഖ്യ പ്രഭാഷണം നടത്തി. സന്തോഷ് ട്രോഫി ജേതാവായ മിഥുൻ വിയും മുൻ ഡൽഹി താരമായ സാംസൺ വിശ്വനാഥനും ഗസ്റ്റ് ഓഫ് ഓണറായി പങ്കെടുത്തു. മികച്ച ഗോൾ കീപ്പർ അവാർഡ് നേടിയ ശ്രീനാഥ് PKയെ ചടങ്ങിൽ അനുമോദിച്ചു. പരിപാടിയിൽ ഡോക്ടർ ഷിതിൻ K കൃഷ്ണൻ, പ്രൊഫസർ ഡോക്ടർ അമ്പിളി അരവിന്ദ്, ഹരിയം, പ്രൊഫസർ ഡോക്ടർ ജോഷി ജോർജ്, ഡോക്ടർ പ്രവീൺ KB, പ്രൊഫസർ ഡോക്ടർ ആതിര ചന്ദ്രൻ, അനിൽകുമാർ കോക്കനാടൻ, ലിനുരാജ് പെരുവിക്കാട്ട് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും സ്റ്റാഫും വിവിധ ഇൻഡോർ ഔട്ട്ഡോർ മത്സരങ്ങളിൽ സജീവമായി പങ്കെടുത്തു. 547 ഹരിതകർമ്മ സേനാംഗങ്ങൾ മത്സരരംഗത്ത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ 547 ഹരിതകർമ്മ സേനാംഗങ്ങൾ മത്സരരംഗത്ത്. ആകെയുള്ള 36,438 ഹരിതകർമ്മ സേനാംഗങ്ങളിലാണ് ഇത്രയും പേർ മത്സരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലാണ് കൂടുതൽ പേർ മത്സരിക്കുന്നത്, 83 പേർ. 12 പേർ മത്സരിക്കുന്ന വയനാടാണ് കുറവ്. തിരുവനന്തപുരം 83, കൊല്ലം 62, പത്തനംതിട്ട 14, ആലപ്പുഴ 63, കോട്ടയം 38, ഇടുക്കി 49, എറണാകുളം 43, തൃശൂർ 28, പാലക്കാട് 46, മലപ്പുറം 28, വയനാട് 18, കോഴിക്കോട് 38, കണ്ണൂർ 25. ഹരിതഭാവിക്കായി എന്റെ വര 1ാം സ്ഥാനം പ്രാർത്ഥിപ്പിന്. ഹരിത തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം ജില്ലാ ശുചിത്വ മിഷനും കണ്ണൂർ യൂണിവേഴ്സിറ്റി ചേർന്ന് വിദ്യാർത്ഥികൾക്കായി നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ പയ്യന്നൂർ കോളേജിലെ BSc പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി PS പാർത്ഥിവ് 1ാം സ്ഥാനം നേടി. തോട്ടട SN കോളേജ് BSc ബോട്ടണി വിഭാഗം വിദ്യാർത്ഥിനി K ശ്രീദേവിക്കാണ് 2ാം സ്ഥാനം. പയ്യന്നൂർ കോളേജിലെ നന്ദിത രാജീവ്, മൊറാര ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ P നന്ദന എന്നിവർ 3ാം സ്ഥാനം പങ്കിട്ടു. ഹരിത പ്രോട്ടോകോൾ പരിപാലനം, ഒറ്റത്തവണ ഉപയോഗ വസ്തുക്കളുടെ ഉപയോഗം, മലിനീകരണം എന്നിവ കുറയ്ക്കുക, പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ ശീലമാക്കുക എന്നീ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഹരിതഭാവിക്കായി എന്റെ വര എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ചിത്രരചന മത്സരം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ പ്രൊഫസർ KK സാജു ഉദ്ഘാടനം ചെയ്തു. യൂണിവേഴ്സിറ്റി താവക്കര ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KM സുനിൽ കുമാർ അധ്യക്ഷനായി. കണ്ണൂർ മുനിസിപ്പൽ സ്കൂൾ അധ്യാപകൻ ബാബുരാജ് വിധികർത്താവായി. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള
വിവിധ കോളേജുകളിൽ നിന്നുമായി 29 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. ഡയറക്ടർ ഓഫ് സ്റ്റുഡന്റ് സർവീസസ് കോർഡിനേറ്റർ ഡോക്ടർ KV സുജിത് പങ്കെടുത്തു. ഓറഞ്ച് ദ വേൾഡ് ക്യാമ്പയിന് തുടക്കം. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും ലിംഗവിവേചനവും അവസാനിപ്പിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനമായ നവംബർ 25 ഭാഗമായി വനിതാ ശിശുവികസന വകുപ്പിന്റെ ഓറഞ്ച് ദ വേൾഡ് ക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായി. ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം പിലാത്തറ സെന്റ് ജോസഫ് കോളേജിൽ എഴുത്തുകാരി ഡോക്ടർ നിഷി ജോർജ് നിർവഹിച്ചു. ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ ഡീന ഭരതൻ അധ്യക്ഷയായി. കോളേജ് മാനേജർ ഫാദർ രാജൻ ഫൗസ്തോ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ TJ ഷാജിമോൻ, ജില്ലാതല ICDCS പ്രൊജക്ട് ഓഫീസർ CA ബിന്ദു, കല്യാശ്ശേരി അഡീഷണൽ ശിശു പദ്ധതി ഓഫീസർ P ലത, കോളേജ് വുമൻസ് ക്ലബ് കൺവീനർ ഷൈബി ജോസഫ്, T സജിന, C അഞ്ജന എന്നിവർ സംസാരിച്ചു. ബോധവൽക്കരണ റാലി കോളേജ് മാനേജർ ഫാദർ രാജൻ ഫൗസ്തോ ഫ്ലാഗ് ഓഫ് ചെയ്തു. മനുഷ്യാവകാശ ദിനമായ ഡിസംബർ 10 വരെ വിവിധ പരിപാടികളും ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. പിരിയപ്പൻ രാജേഷിന് ജന്മനാട് വിട നൽകി. കുവൈറ്റിൽ എണ്ണ ഖനന കേന്ദ്രത്തിൽ ഉണ്ടായ അപകടത്തിൽ മരണമടഞ്ഞ കൂടാളി സ്വദേശി പിരിയപ്പൻ രാജേഷിന് ജന്മനാട് വിട നൽകി. രാവിലെ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം ബന്ധുക്കളും സുഹൃത്തുക്കളും ഏറ്റുവാങ്ങി. തുടർന്ന് കൂടാളി ടൗൺ സ്ക്വയറിൽ വെച്ച പൊതുദർശനത്തിൽ 100 കണക്കിന് പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, സെക്രട്ടേറിയറ്റ് അംഗം P പുരുഷോത്തമൻ, ജില്ലാ കമ്മിറ്റി അംഗം NV ചന്ദ്രബാബു, MV സരള, ഏരിയ സെക്രട്ടറി M രതീഷ്, ലോക്കൽ സെക്രട്ടറി PP നൌഫൽ, ഏരിയ കമ്മിറ്റി അംഗം E സജീവൻ, പഞ്ചായത്ത് പ്രസിഡന്റ് PK ഷൈമ, വൈസ് പ്രസിഡന്റ് P പത്മനാഭൻ, കേരള പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി പ്രശാന്ത് കൂട്ടാമ്പള്ളി, കൂടാളി ഹെഡ് മാസ്റ്റർ മനോജ് മാസ്റ്റർ, വിവിധ രാഷ്ട്രീയ നേതാക്കൾ PP ദിവാകരൻ, CP ശ്രീപ്രസാദ്, VV ജിതിൻ, സജ്നാസ്, ജനപ്രതിനിധികൾ എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. തുടർന്ന് വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം പയ്യാമ്പലത്ത് സംസ്കരിച്ചു. SIR കോളേജ് വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനം. വോട്ടർ പട്ടിക പുതുക്കൽ പൂർത്തീകരണ തീവ്ര യജ്ഞ പരിപാടിയിൽ പങ്കാളികളായ കല്ലിക്കണ്ടി NAM കോളേജ് വിദ്യാർത്ഥികളെ തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി കോളേജിലെത്തി അഭിനന്ദിച്ചു. കോളേജിൽ സംഘടിപ്പിച്ച രജിസ്ട്രേഷൻ ക്യാമ്പിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിലെ 30ഓളം BLOമാർ പങ്കെടുത്തു. കോളേജിലെ NCC കേഡറ്റുകൾ ഉൾപ്പെടെ 120 വിദ്യാർത്ഥികൾ ഫോറം അപ്ലോഡ് ചെയ്യാൻ സഹായിച്ചു. ഇത്രയും പേരെ ഒരേ സമയം ഒരു സ്ഥലത്ത് ഒരുമിച്ചിരുത്തി SIR അപ്ലോഡ് ചെയ്യുന്നത് ആദ്യമായാണെന്ന് സബ് കളക്ടർ പറഞ്ഞു. BLOമാരുടെ പ്രയാസം കണക്കിലെടുത്ത് സബ് കളക്ടറുടെ ആവശ്യപ്രകാരം കോളേജ് പ്രിൻസിപ്പൽ പ്രത്യേകം താല്പര്യമെടുത്താണ് കോളേജിൽ രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. NCC കേഡറ്റുകളെ കൂടാതെ കമ്പ്യൂട്ടർ സയൻസ്, പോളിമർ കെമിസ്ട്രി, BBA ക്ലാസ്സിലെ കുട്ടികളും ക്യാമ്പിൽ പങ്കെടുത്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ AP ഷമീർ, MEF ജനറൽ സെക്രട്ടറി PPA ഹമീദ്, സെക്രട്ടറി സമീർ പറമ്പത്ത്, അഡീഷണൽ അസിസ്റ്റന്റ് ഇലക്ഷൻ രജിസ്ട്രാർ ഓഫീസർ CV മോഹനൻ, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ P സരിൻ എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.